ഇല്ലേ എടി ജംഗ്ഷനിൽ പോയി പലചരക്ക് കടയിൽ പൈസ കൊടുത്തു പിന്നെ കറണ്ട് ബില്ല് അടച്ചു. ആണോ? നന്നായി. പിന്നെ ഞാൻ ചായ കുടിച്ചു നോക്കിയ നേരത്തെ ലച്ചുവും സാറും കൂടെ പോണുണ്ട്. ആണോ? എന്ത് പറഞ്ഞു? അവരെന്നെ കണ്ടില്ല, പക്ഷെ അവരെ തിരക്കുണ്ടെങ്കിൽ ഞാൻ വിളിച്ചതുമില്ല. കുറെ നേരമായോ? ഓ കുറച്ചു നേരമായി. എന്തായാലും പോയി ജോലിയൊക്കെ ചെയ്തിട്ട് വരട്ടെ. അളിനെ വിളിച്ചിട്ട് കിട്ടിയില്ല. നീയാണ് വിളിച്ചേ? അയ്യോ ഞാൻ ഇനി വീട്ടിൽ വന്നിട്ട് എടുത്ത് നോക്കാൻ വിചാരിച്ചു. തിരക്കായിപ്പോടാ. വന്നല്ലേ മോള്? രാത്രിയില് വരും പറഞ്ഞേ. അതൊരു ഞാൻ പറഞ്ഞില്ലേ, ഒരു ഗ്യാപ്പ് കിട്ടിയപ്പോ പിന്നെ ഇതുവരെ ഞാൻ പോയത്. അപ്പൊ വീട്ടിൽ കയറിയത്. ആണാ? അങ്കി മക്കളെ ചെല്ലേ. എന്തോന്ന് വെച്ചാ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് പോവാ. മാത്രല്ല എന്ത് വെയിലാണ്. മേശിയുടെ കല്യാണത്തിന് വന്നല്ലോ. ആ കല്യാണ പെണ്ണ് നിനക്ക് അറിയാമോ? അറിഞ്ഞു വെളുത്ത ചുരുണ്ട പിടിക്കാൻ നിനക്ക് ഇഷ്ടമായിരുന്നു. നല്ല വെച്ചായിരുന്നില്ല ഇപ്പൊ മേശിയുടെ കല്യാണം. അത് അനിയന്റെ മോളെ കല്യാണം. മേശിയുടെ മോളെ പോലെ പിന്നെ സഹിക്കാമ. ട്രാഫിക് എന്ത് ട്രാഫിക്കാണെന്നറിയോ? സദ്യ നല്ല സദ്യ. നല്ല എത്ര 4 വയസ്സ്. പപ്പടം പുള്ളിയില്ല. ഇത് നിങ്ങൾ എനിക്ക് വേണോ 2 മാസം മുന്നേ പോയ പാലകച്ചിന്റെ കാര്യമായിരിക്കും ബാല പറയണ. അതല്ല, ഞാൻ ഈ കല്യാണത്തിന്റെ കാര്യം തന്നെ പറഞ്ഞു. മാമ, ഈ പാലാരിവട്ടം മറ്റേ കാക്കനാട് റോഡ് ഉണ്ടല്ലോ, എന്ത് ട്രാഫിക്കാന്നറിയോ? ഒരു രക്ഷയില്ല. ഭയങ്കര ചൂടും ഭയങ്കര പൊടിയും ഭയങ്കര തിക്കും തിരക്കൊക്കെയാണ്. ആ കൊച്ചിനെ നേരത്തെ കണ്ടെന്ന് പറഞ്ഞു. കൊച്ചിനെ കണ്ടെന്ന് പറഞ്ഞു. ഓ നല്ല കൊച്ചല്ലേ? ഈ ഫുഡൊക്കെ ഡെലിവറി ചെയ്യണവർ സമ്മതിക്കണ പോലെ നേരെ ചൊവ്വേ സമയത്തിന് ഭക്ഷണം പോലും തിരക്കായിരുന്നു. ഫുഡ് കഴിക്കാൻ വേണ്ടി മാത്രമാണ് ആൾക്കാർ പറഞ്ഞെന്ന് തോന്നുന്നു അല്ലേ? അത്ര ടേസ്റ്റ് ആയിരുന്നു ഫുഡിന്. ഉമ്മ, നിങ്ങള് നിങ്ങളുടെ കാര്യം പറഞ്ഞോണ്ടിരിക്കല്ലേ, അതിന്റെ ഇടയിൽ നമ്മുടെ വിഷമം കേൾക്കാൻ ആർക്കും നേരെ. എന്തോകളെ ജോലി മടുത്ത? അങ്ങനെ കളിയാക്കിയൊന്നും വേണ്ട. എന്റെ കൊച്ചു പല ജോലിക്കും പോയിട്ടുണ്ട് അല്ലേ? പക്ഷെ ഈ ജോലി ആദ്യമായിട്ടാണ് പോയത്. അത് ഡെയിലി കാശ് കിട്ടാൻ വേണ്ടിയല്ലേ? എളുപ്പമുള്ള ജോലി. ലച്ചു മക്കളെ, എല്ലാ ജോലിക്കും ഉണ്ട് അതിൻ്റെതായ ബുദ്ധിമുട്ടും കഷ്ടപ്പാടൊക്കെ ഇല്ലേ? ഈ ഫുഡിൽ ഒരുക്കി നടക്കുന്ന കുട്ടികളൊക്കെ മഴയും വെയിലും കാറ്റും പൊടിയും എല്ലാം കൊണ്ടിട്ടാ നടക്കണേ. ഇതൊരു ബുദ്ധിമുട്ടാ. ഭയങ്കര പാടല്ലേ അത് തയ്ക്കാൻ. ഞാനൊരു 2 മണിക്കൂർ പണിയെടുത്തപ്പോഴേക്കും എൻ്റെ ഉപ്പാളായി. പിന്നെ അതുപോലെ തന്നെ എല്ലാവർക്കും സമയത്തിന് ഭക്ഷണം കൊടുക്കാൻ വേണ്ടി ഓടി നടക്കുന്ന ഇവർക്ക് പലപ്പോഴും സമയത്തിന് ഭക്ഷണം കഴിക്കാൻ പറ്റാറുമില്ല അല്ലേ? കഷ്ടമാണല്ലേ? എന്തായാലും പണിയെടുത്ത് കാശുണ്ടാക്കാന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. ഇതുപോലെ തന്നെ നിന്റെ ഭർത്താവ് ഗൾഫിൽ കിടന്ന് കഷ്ടപ്പെടുന്നത്. ചേച്ചി എന്തായി? കാശുണ്ടാക്കിയ? അവള് കാശുണ്ടാക്കിക്കോളും. നിനക്കെന്ത്? ചോദിച്ചെന്നേ. എന്നാ മിണ്ടാതിരി. എന്താ കുടിക്കണേ? നാരങ്ങ വെള്ളം. കുടി. അല്ല, ബാഗില് കഴിക്കാനൊന്നുമില്ലേ? ക്യാൻസൽ ആയ ഓർഡർ ഒന്നും ഉണ്ടല്ലോ. നിനക്ക് വേണ്ടി ഞാൻ സെപ്പറേറ്റ് കൊടുത്തിട്ടുണ്ട്. ബാ, നീ വാടാ. അതാണ് ചേച്ചി. നിനക്ക് ഞാൻ കൊണ്ടുവരാതിരിക്കോ? നമ്മള് മുത്തല്ലേ? അതെ, മുത്തല്ലേ. തിരിച്ചായേട്ടാ. ആ സ്നേഹത്തോടെ അവള് വിളിച്ചോണ്ട് പോണ കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായത്. നമ്മള് പോയാ ഇനി ശരിയാവില്ല. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.